പരസ്പരം കോർത്തിണക്കപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. 1. ആഴത്തിലുള്ള പ്രവചനബന്ധം, ദ സ്ക്രിപ്ചറൽ ചെയിൻ. ഈ വാദത്തെ ബലപ്പെടുത്തുന്ന 3 പ്രധാന തൂണുകൾ ഇവയാണ്. അടയാളം, ദി ഐഡന്റിറ്റി. ബെന്യാമിൻ ഗോത്രം സമം ചെന്നായ, ഉൽപ്പത്തി അനുപാതം 49:27. മുന്നറിയിപ്പ്, ദ വാർണിംഗ്. ആടിന്റെ വേഷത്തിൽ വരുന്ന ചെന്നായ മത്തായി രാവിലെ 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. വെളിപ്പെടുത്തൽ, ദ ഡിസ്ക്ലോഷർ. പൗലോസ് സമം ബെന്യാമിൻ ഗോത്രക്കാരൻ. ഫിലിപ്പിയർ അനുപാതം 3:5, റോമർ അനുപാതം 11:1. ഈ 3 കാര്യങ്ങളും ചേർത്തുവയ്ക്കുമ്പോൾ ബൈബിൾ വായനക്കാരന് ലഭിക്കുന്ന ചിത്രം വളരെ വ്യക്തമാണ്. യേശു തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ മുന്നറിയിപ്പിൽ ഉപയോഗിച്ച ചെന്നായ എന്ന പദം വെറുമൊരു ഉപമയല്ല, മറിച്ച് ഒരു പ്രത്യേക ഗോത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന വ്യക്തമായൊരു കോഡാണെന്ന് ഈ വാദത്തെ അനുകൂലിക്കുന്നവർ വിശ്വസിക്കുന്നു. 2. കടിച്ചുകീറുന്നവൻ എന്ന പ്രയോഗത്തിന്റെ പൊരുൾ. ഉൽപ്പത്തിയിൽ ബെന്യാമീനെക്കുറിച്ച് പറയുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ വാക്ക് സീബ്, സെയ്-ഈവ് എന്നാണ്. ഇതിന്റെ അർത്ഥം കടിച്ചുകീറുന്നവൻ എന്നാണ്. പൗലോസിന്റെ ആദ്യകാല പ്രവർത്തനങ്ങളെക്കുറിച്ച് അപ്പൊസ്തല പ്രവൃത്തികൾ അനുപാതം 8:3 പറയുന്നത് ഇങ്ങനെയാണ്: ശൗൽ സഭയെ നശിപ്പിച്ചു പോന്നു, റാവജിംഗ് ദ ചർച്ച്. ഇവിടെ നശിപ്പിച്ചു എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്ന ഗ്രീക്ക് വാക്ക് ലൈമൈനോ എന്നാണ്. ഇത് സാധാരണയായി ഒരു വന്യമൃഗം തന്റെ ഇരയെ കടിച്ചുകീറുന്നതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. അതായത് ശൗലായിരുന്നപ്പോഴും പിന്നീട് പൗലോസായപ്പോഴും ഈ ചെന്നായ സ്വഭാവം വചനങ്ങളിൽ നിഴലിക്കുന്നുണ്ട്. 3. ആടിന്റെ വേഷം, ഷീപ്സ് ക്ലോതിംഗ്. യേശുവിന്റെ ശിഷ്യന്മാരെ യേശു വിശേഷിപ്പിച്ചിരുന്നത് ആടുകൾ എന്നാണ്. ഒരു ചെന്നായ ആടിന്റെ വേഷത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ അത് സഭയുടെ പുറത്തുനിന്നുള്ള ശത്രുവല്ല, മറിച്ച് സഭയ്ക്കുള്ളിൽ തന്നെ കടന്നുകൂടി അപ്പൊസ്തലൻ എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരാളാണെന്ന് വരുന്നു. പൗലോസ് യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നില്ല. അദ്ദേഹം തന്റെ അപ്പൊസ്തല പദവി നേടിയെടുത്തത് മനുഷ്യരിൽ നിന്നല്ല, മറിച്ച് ഒരു ദർശനത്തിലൂടെ ആണെന്ന് അവകാശപ്പെട്ടു. ഗലാത്യർ അനുപാതം 1:1. യേശുവിന്റെ യഥാർത്ഥ ശിഷ്യന്മാർ പഠിപ്പിച്ച നിയമം പാലിക്കണം എന്ന ആശയത്തെ പൗലോസ് ശക്തമായി എതിർത്തു. 4. യേശുവിന്റെ മുന്നറിയിപ്പിലെ സൂക്ഷ്മത. മത്തായി രാവിലെ 7 മണി കഴിഞ്ഞ് 16 മിനിറ്റിൽ യേശു പറയുന്നു, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. ഇവിടെ പൗലോസിനെ വിമർശിക്കുന്നവർ ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്: പൗലോസിന്റെ ഫലമെന്തായിരുന്നു? യേശുവിനെ ഒരു ദൈവമാക്കിയതും ഡീഫിക്കേഷൻ ഓഫ് ജീസസ്, യഹൂദ നിയമങ്ങളെ ഇല്ലാതാക്കിയതും പൗലോസാണ്. യേശുവിനെ ഒരു പ്രവാചകനായി കണ്ടിരുന്ന ആദ്യകാല യെരൂശലേം സഭയുടെ നാശത്തിലേക്ക് നയിച്ച ഫലം പൗലോസിന്റേതാണെന്ന് ഇവർ വാദിക്കുന്നു. നിഗമനം: യേശുവിന്റെ വാക്കുകളെ ആഴത്തിൽ പരിശോധിച്ചാൽ അദ്ദേഹം തന്റെ സന്ദേശത്തിൽ വരുമെന്ന് പറഞ്ഞ ആ വ്യാജപ്രവാചകൻ അല്ലെങ്കിൽ ചെന്നായ പൗലോസിന്റെ സ്വഭാവത്തോടും പശ്ചാത്തലത്തോടും അതിശയകരമാംവിധം ചേർന്നു നിൽക്കുന്നുണ്ട്. ഇത് കേവലമൊരു യാദൃശ്ചികതയായി കാണാൻ പ്രയാസമാണ്. സഭയുടെ പിൽക്കാല വ്യാഖ്യാനങ്ങൾ ഒഴിവാക്കി നോക്കിയാൽ പൗലോസ് തന്റെ ഗോത്രത്തെക്കുറിച്ച് ആവർത്തിച്ചു പറയുന്നത് ഈ പ്രവചനത്തിലേക്കുള്ള ഒരു തെളിവായി തന്നെ മാറുന്നു. പൗലോസ് തന്റെ പഠിപ്പിക്കലുകളിലൂടെ യേശുവിനെ മറ്റൊരു യേശുവാക്കി മാറ്റിയതിനെക്കുറിച്ച് 2 കൊരിന്ത്യർ അനുപാതം 11:4 പൗലോസ് തന്നെ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. കൂടുതൽ വിശകലനം ചെയ്യണോ? പങ്കിടുന്നു, ഡിവൈഡിംഗ് ദ സ്പോയിൽ. യാക്കോബ് ബെന്യാമീനെക്കുറിച്ച് പ്രവചിച്ചപ്പോൾ രാവിലെ ഇരയെ ഭക്ഷിക്കുന്നു, വൈകുന്നേരം കൊള്ള പങ്കിടുന്നു എന്ന് പറഞ്ഞിരുന്നു. ഉൽപ്പത്തി അനുപാതം 49:27. പൗലോസിന്റെ കാര്യത്തിൽ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കാം. ഇരയെ ഭക്ഷിക്കൽ. ശൗലായിരുന്നപ്പോൾ യേശുവിന്റെ അനുയായികളെ നേരിട്ട് കൊലപ്പെടുത്തിയും ബന്ധിച്ചും ഇല്ലാതാക്കി. കൊള്ള പങ്കിടൽ. ഒരു ചെന്നായ ഇരയെ കൊന്നുകഴിഞ്ഞാൽ അത് ഭക്ഷിക്കാനായി കടിച്ചുകീറുന്നതുപോലെ യേശുവിന്റെ യഥാർത്ഥ സന്ദേശത്തെ പൗലോസ് തന്റെ ഇഷ്ടത്തിനനുസരിച്ച് കഷ്ണങ്ങളാക്കി പുതിയൊരു മതമാക്കി മാറ്റിയെന്ന് വിമർശകർ പറയുന്നു. യേശുവിന്റെ സന്ദേശത്തിന്റെ മേലുള്ള ഈ അധികാരം സ്ഥാപിക്കലാണ് കൊള്ള പങ്കിടൽ. 2. മറ്റൊരു യേശു, അനദർ ജീസസ്. പൗലോസ് തന്നെ തന്റെ ലേഖനത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്നു പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിക്കാത്ത മറ്റൊരു സുവിശേഷം സ്വീകരിക്കുകയോ ചെയ്താൽ നിങ്ങൾ അവനെ നല്ലവണ്ണം സഹിക്കുന്നുവല്ലോ. 2 കൊരിന്ത്യർ അനുപാതം 11:4. ഇവിടെ പൗലോസ് യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ വിമർശിക്കുകയാണോ അതോ അറിയാതെ സത്യം വിളിച്ചു പറയുകയാണോ? യേശുവിനെ നേരിട്ട് കണ്ട ശിഷ്യന്മാർ പത്രോസും യോഹന്നാനും പഠിപ്പിച്ച യേശുവിനേക്കാൾ വ്യത്യസ്തനായ ഒരു ദിവ്യ യേശുവിനെ പൗലോസ് അവതരിപ്പിച്ചു. പൗലോസിന്റെ സുവിശേഷം യേശുവിന്റെ സുവിശേഷത്തിൽ നിന്ന് എത്രത്തോളം അകലെയാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. 3. നിയമത്തോടുള്ള വെറുപ്പ്, അബ്രോഗേഷൻ ഓഫ് ലോ. യേശു മത്തായി പുലർച്ചെ 5 മണി കഴിഞ്ഞ് 17:19 പറഞ്ഞത്: ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുതു, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നതു. എന്നാൽ പൗലോസ് പറഞ്ഞത് ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാണ്. റോമർ അനുപാതം 10:4. ഇവിടെ ഒരു വ്യക്തമായ വൈരുദ്ധ്യം കാണാം. യേശു ഉറപ്പിച്ചു നിർത്തിയ അടിത്തറ പൗലോസ് ഇളക്കിമാറ്റി. യേശു പറഞ്ഞ ആ ചെന്നായ ആടുകളെ വഴിതെറ്റിക്കാൻ ആദ്യം ചെയ്യുന്നത്
ആടുകളുടെ സുരക്ഷാ കവചമായ നിയമങ്ങളെ ഇല്ലാതാക്കുക എന്നതാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. 4. 12 അപ്പൊസ്തലന്മാരും പൗലോസും വെളിപാട് പുസ്തകം രാത്രി 9 മണി കഴിഞ്ഞ് 14 മിനിറ്റിൽ സ്വർഗീയ യെരൂശലേമിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: നഗരമതിലിന്നു 12 അടിസ്ഥാനമുണ്ടു, അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പൊസ്തലന്മാരുടെ 12 പേർ എഴുതിയിരിക്കുന്നു. ഇവിടെ 13 സ്വരചിഹ്നം. ആ മനായി പൗലോസിന്റെ പേരില്ല. പൗലോസ് തന്നെത്തന്നെ അപ്പൊസ്തലനായി പ്രഖ്യാപിച്ചിട്ടും ഗലാത്യർ അനുപാതം 1:1. യേശു നൽകിയ ദർശനത്തിൽ വെളിപാടിൽ 12 പേർക്ക് മാത്രമേ അംഗീകാരമുള്ളൂ. ഇത് പൗലോസിന്റെ അവകാശവാദം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പ്രധാന ഇടമാണ്. 5. അന്ത്യോക്യയിലെ ഏറ്റുമുട്ടൽ. ഗലേഷ്യൻസ് രാത്രി 2 മണി കഴിഞ്ഞ് 11 മിനിറ്റ്. യേശു തന്റെ സഭയുടെ പാറ എന്ന് വിളിച്ച പത്രോസിനെ പൗലോസ് പരസ്യമായി എതിർത്തു. പത്രോസ് കുറ്റക്കാരനായിരുന്നതുകൊണ്ട് ഞാൻ അവനെ മുഖത്തു നോക്കി എതിർത്തു എന്നാണ് പൗലോസ് എഴുതിയത്. യേശുവിന്റെ നേരിട്ടുള്ള ശിഷ്യനെ തിരുത്താൻ പൗലോസിന് അധികാരം നൽകിയത് ആരാണ്? താൻ കൊണ്ടുവന്ന പുതിയ സുവിശേഷത്തിന് തടസ്സമായി നിന്ന പത്രോസിനെ ഒതുക്കാൻ പൗലോസ് ശ്രമിച്ചതായി ഇവിടെ കാണാം. വിശകലനത്തിന്റെ ചുരുക്കം യേശുവിന്റെ വാക്കുകളിൽ വന്ന ചെന്നായ ബെന്യാമിൻ ഗോത്രത്തെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ പൗലോസ് ആ ഗോത്രക്കാരനാണെന്ന് സ്വയം സമ്മതിക്കുന്നത് ഒരു വലിയ തെളിവാണ്. യേശുവിന്റെ ലളിതമായ വചനങ്ങളെ സങ്കീർണമായ തത്വശാസ്ത്രമാക്കി മാറ്റിയതിലൂടെ പൗലോസ് യേശുവിന്റെ യഥാർത്ഥ പാതയിൽ നിന്ന് ജനങ്ങളെ വഴിതിരിച്ചുവിട്ടുവെന്ന വാദത്തിന് ഈ ബൈബിൾ വാക്യങ്ങൾ ശക്തമായ അടിത്തറ നൽകുന്നു. പൗലോസിന്റെ ലേഖനങ്ങളിൽ അദ്ദേഹം തന്നെ സമ്മതിക്കുന്ന എന്റെ സുവിശേഷം, മൈ ഗോസ്പൽ, റോമർ രാത്രി 2 മണി കഴിഞ്ഞ് 16 മിനിറ്റ് എന്ന പ്രയോഗത്തെക്കുറിച്ച് നമുക്ക് അടുത്തതായി പരിശോധിക്കണോ? യേശുവിൻ